അതുകൊണ്ട് തന്നെ പരിച്ഛേദന ഏൽക്കാൻ അവർ നിർബന്ധിക്കുക. കാരണം യേശുവിൻ്റെ ക്രൂശിൽ വിശ്വസിക്കുമ്പോൾ ഉപദ്രവം ലഭിക്കാതിരിക്കേണ്ടതിന്, ജഡത്തിൽ സുമുഖം കാണിക്കാൻ വേണ്ടി, കോളറെ പിടിക്കാൻ വേണ്ടി പരിച്ഛേദന ഏറ്റോ എന്ന് പറയുക. എന്നിട്ട് ഇവിടെ പറയുക, പരിച്ഛേദനക്കാർ തന്നെയോ ന്യായപ്രമാണം അനുഷ്ഠിക്കുന്നില്ലല്ലോ. പരിച്ഛേദനയല്ല, അഗ്രചർമ്മമല്ല, പുതിയ സൃഷ്ടി അത്രേ കാര്യം. ഈ പുതിയ സൃഷ്ടി ഉണ്ടാകുന്നത് നിങ്ങളൊന്നും ചെയ്തിട്ടല്ല, നിങ്ങളെ പുതിയ സൃഷ്ടിയാക്കി മാറ്റുന്നതാ. ഓ, കരമടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പുതിയ സൃഷ്ടിപ്പിന്റെ പഴയ നിയമത്തിലെ നിഴലാണ് പരിച്ഛേദന. ജാതികളുടെ ഇടയിൽ നിന്ന് ഇസ്രായേലിനുള്ള ഏക വ്യത്യസ്തത, കൽപ്പനകളും ഉടമ്പടികളും വേറെ ഉണ്ടെങ്കിൽ കൂടെ അവർക്കുള്ള ഏക വ്യത്യസ്തത പരിച്ഛേദനയാണ്. എന്നാൽ കാലാന്തരത്തിൽ ഇസ്രായേലിലെ ആൾക്കാർ പരിച്ഛേദന കഴിക്കുന്ന പോലെ തന്നെ പലരും പരിച്ഛേദന കഴിക്കാൻ തുടങ്ങി. അപ്പൊ എല്ലാവരുടെയും പ്രശംസാ വിഷയമായി അത് മാറി. പൗലോസ് ഇവിടെ വ്യക്തമായി പറയുന്നു, പരിച്ഛേദന കഴിക്കാൻ ആരെങ്കിലും നിങ്ങളെ നിർബന്ധിക്കുന്നെങ്കിൽ യേശുവിൻ്റെ ക്രൂശ് നിമിത്തമുള്ള ഉപദ്രവം സഹിക്കാതിരിക്കേണ്ടതിന് വേണ്ടിയാ പരിച്ഛേദന കഴിക്കാൻ നിർബന്ധിക്കുന്നത്. എന്നിട്ട് താനോട് പറയുക, എൻ്റെ പ്രശംസ പരിച്ഛേദനയിലല്ല, എനിക്കോ നമ്മുടെ കർത്താവായ യേശുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ ക്രൂശിക്കപ്പെട്ടത് ലോകത്തിനാ. എങ്ങനെയാണെന്നറിയോ? അവനാലാ. പ്രവൃത്തി മുഴുവൻ ചെയ്തത് അവനാ, ഞാനൊന്നും ചെയ്തിട്ടില്ല. ഇത് കർമ്മമാർഗമല്ല, ഞാനൊന്നും ചെയ്തിട്ട് നേടിയതല്ല. യേശു എല്ലാം ചെയ്തു എന്ന് ഞാൻ വിശ്വസിച്ചപ്പോൾ എന്നിൽ വ്യാപരിച്ചതായത്. ഇതിന് ഉപദ്രവം ഉണ്ട്. ഏതിന്? ക്രിസ്തുവിന്റെ ക്രൂശിന്. കാരണം നിങ്ങളൊന്നും ചെയ്ത് നേടിയതല്ല, ദാനമായി വന്നതാ. ഈ ദാനം കിട്ടാത്തവർക്ക്, നമ്മൾ നല്ല മലയാളത്തിൽ പറയുമല്ലോ, കിട്ടാത്ത മുന്തിരിക്ക് പുളി കൂടുമെന്ന്. കിട്ടിയവനെ കാണുമ്പം കിട്ടാത്തവർക്ക് സഹിക്കുകയല്ല. ഞാൻ വിശ്വസിച്ചു, എനിക്ക് കിട്ടി. ഒരാള് ചെയ്തുകൊണ്ടിരിക്കുക, അത് ചെയ്തു, ഇത് ചെയ്തു, അതും ഇതും കൂടെ ചെയ്തു, എന്നിട്ടും കിട്ടുന്നില്ല. കിട്ടാത്ത നിരാശയിൽ വരുമ്പോഴാ ഒന്നും ചെയ്യാതെ വിശ്വസിച്ച് എനിക്ക് കിട്ടിയിരിക്കുന്നേ. അപ്പോൾ എന്നെ കാണുമ്പം അവന് സഹിക്കത്തില്ല. എനിക്ക് കിട്ടിയത് നിമിത്തം അവൻ ഉപദ്രവിക്കാൻ തുടങ്ങും. ഇതാ യേശു മത്തായി 5 പറയുന്നേ, നീതി നിമിത്തം, സൗജന്യമായ നീതി നിമിത്തം, ദൈവം നിങ്ങൾക്ക് തന്നത് നിമിത്തം, ദൈവത്തിൽ നിന്നുള്ള ദാനം നിങ്ങൾക്ക് കിട്ടിയത് നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ. കിട്ടിയത് കൊണ്ടല്ലേ ഉപദ്രവിക്കപ്പെടുന്നേ? കരമടിച്ചൊന്ന് കർത്താവിന് സ്തോത്രം ചെയ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്നും ഇന്നും എന്നും ദൈവനീതിയെ പ്രസംഗിക്കുന്നവർക്ക് ഉപദ്രവമുണ്ട്. ഹല്ലേലൂയ. കർമ്മമാർഗം പ്രസംഗിക്കുന്നവർക്ക് ഉപദ്രവമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് വെരി ഈസി. ആൾക്കാരെ പ്ലീസ് ചെയ്യാൻ കഴിയും. അത് ചെയ്യണം, ഇത് ചെയ്യണം. കേൾക്കുമ്പോൾ നല്ല മസാലയാ, കേൾക്കാൻ നല്ല രസമാണ്. കേൾക്കുമ്പോൾ ആൾക്കാർ പറയും, ഓ എന്തോ മെസ്സേജ് ആയിരുന്നു എന്ന്. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഞാൻ ഒന്നുമല്ല. ഇന്നത്തെ മെസ്സേജിലൂടെ എനിക്കൊരു കാര്യം മനസ്സിലായി, ഞാൻ ഒന്നുമല്ല. നല്ല മെസ്സേജ് നിങ്ങളൊന്നുമല്ല എന്ന് നിങ്ങൾ അറിഞ്ഞതല്ല. നല്ല മെസ്സേജ് നിങ്ങൾ ക്രിസ്തുവിൽ ആരാന്ന് നിങ്ങൾ അറിഞ്ഞതാ. നിങ്ങളൊന്നുമല്ലെന്ന് അറിയാൻ എന്തിനാ മെസ്സേജ് കേൾക്കാൻ പോകുന്നത്? നിങ്ങൾക്ക് നിങ്ങളെ തന്നെ നോക്കിയാൽ അറിയത്തില്ലേ നിങ്ങളൊന്നുമല്ലെന്ന്. ഹല്ലേലൂയ. ഇന്നും മെസ്സേജ് കേട്ടപ്പോ എൻ്റെ കുറവുകൾ മുഴുവൻ എനിക്ക് മനസ്സിലായി. എന്തിനാ അതിന് മെസ്സേജ് കേൾക്കാൻ പോകുന്നത്? കുറവുകൾ മുഴുവൻ നിങ്ങൾക്ക് അറിയത്തില്ലേ? ഇവിടുത്തെ വിഷയം എന്നാ? കുറവറിയത്തില്ലാത്ത അല്ല വിഷയം, കുറവ് പരിഹരിക്കപ്പെടുന്നില്ല എന്നുള്ളതാ വിഷയം. കേൾക്കുന്നവർക്കായി സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് മെസ്സേജ് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി, എൻ്റെ കണ്ണ് ശരിയല്ല. ആട്ടെ, മെസ്സേജ് കേട്ടപ്പോൾ കണ്ണ് ശരിയല്ല എന്ന് മനസ്സിലായി. ശരിയാകാനുള്ള എന്തെങ്കിലും പരിപാടിയുണ്ടോ? ഇവിടെയാണ് ഹല്ലേലൂയ കർമ്മമാർഗത്തിൻ്റെയും വിശ്വാസമാർഗത്തിൻ്റെയും വ്യത്യസ്തത. കർമ്മമാർഗം ചെയ്യുന്നവർ അല്ലെങ്കിൽ കർമ്മമാർഗം പ്രസംഗിക്കുന്നവർ ഇങ്ങനെ പറയും, അത് ചെയ്യണം, ഇത് ചെയ്യണം, അതും ഇതും കൂടെ ചെയ്താലേ നിങ്ങളുടെ കണ്ണ് ശരിയാകുള്ളൂ. എൻ്റെ പ്രിയരെ, അതും ഇതും ചെയ്ത് കണ്ണ് ശരിയാകാനായിരുന്നെങ്കിൽ ഈ മാർഗം ഇതര മാർഗവുമായിട്ട് ഒരു വ്യത്യസ്തത ഇല്ലായിരുന്നു. ഈ മാർഗത്തിൻ്റെ വ്യത്യസ്തത, ഞാനൊന്നും ചെയ്തിട്ടല്ല എൻ്റെ കണ്ണ് ശരിയായേ. യേശു എൻ്റെ ഉള്ളിൽ വന്നപ്പോഴാ എൻ്റെ കണ്ണ് ശരിയായേ. യേശുവിലുള്ള വിശ്വാസം, അത് പറഞ്ഞ് കരമടിച്ച് കർത്താവിനെ സ്തുതിച്ചു. യേശുവിലുള്ള വിശ്വാസം, ഉറക്കെ പറഞ്ഞ് യേശുവിലുള്ള വിശ്വാസം. ഹല്ലേലൂയ. ഇവിടെ ഇതാ ഒരു സഹോദരൻ, ബ്രദർ വി കെ വന്നാട്ടെ,
ഇവിടെ ഇതാ ഒരു സഹോദരൻ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഇതാ ഈ ബ്രദറ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇദ്ദേഹം ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നു. ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഞാനിതാ ദൈവം എൻ്റെ മേൽ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ജീവിതം നടത്തുന്നു. എങ്ങനെയും പ്രസാദിപ്പിക്കാൻ ബ്രദർ VK ശ്രമിക്കുന്നു. ദൈവം എൻ്റെ മേൽ പ്രസാദിച്ചു എന്ന ഉറപ്പിൽ ഞാൻ ജീവിക്കുന്നു. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം. എങ്ങനെയും ദൈവമേ എൻ്റെ മേലൊന്ന് പ്രസാദിക്കണമേ എന്ന് ആഗ്രഹിച്ച് ഈ സഹോദരൻ എങ്ങനെയും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ശ്രമിക്കുന്നു. മറുഭാഗത്ത് ദൈവം എൻ്റെ മേൽ പ്രസാദിച്ചിരിക്കുന്നു എന്ന ഉറപ്പിൽ ഞാൻ ജീവിക്കുന്നു. ഇദ്ദേഹത്തിന് എന്നെ കാണുമ്പോൾ സഹിക്കത്തില്ല. ഇതെല്ലാം ചെയ്ത് തീർച്ചയായിട്ടും ഞാനിങ്ങനെ നടക്കുന്നു, ഉരുളുന്നു, തല വെച്ചോണ്ട് കയറുന്നു, കുരിശ് ചുമക്കുന്നു, താക്കുന്നു, അങ്ങനെ. അപ്പം സഹിച്ചാന് ഒന്നും ചെയ്യാതെ നീതിമാനായെന്നും പറഞ്ഞോണ്ട് നിൽക്കുന്നു. സഹിക്കില്ല. ഇതെല്ലാം ചെയ്ത് എന്താ പറയണ്ടേ, എല്ലാം എൻ്റെ ബ്രദറെ ദൈവപ്രസാദം ഒന്ന് കിട്ടാൻ വേണ്ടി ഞാൻ എന്നൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. 30 കൊല്ലമായി ഇപ്പോഴും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് 3 മാസമായ വിശുദ്ധൻ ദൈവം എന്നിൽ പ്രസാദിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ കരമടിച്ച് കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവമക്കളെ കരമടിച്ചു പ്രാപിക്കാം എന്ന് പറയുന്ന ഒരു കൂട്ടർ പറയുന്നു, ദൈവമക്കളെ നിങ്ങൾ പ്രാപിച്ചത് കൊണ്ട് കരമടിച്ച് നന്ദി പറയാം. ഹല്ലേലൂയ. കിട്ടി എന്ന് പറയുമ്പോ കിട്ടാൻ വേണ്ടി ശ്രമിക്കുന്നവന് സഹിക്കില്ല. അവൻ നിന്നെ ആട്ടിമുടി നോക്കും. നിന്റെ വേഷഭൂഷാദികൾ അവൻ ഇഷ്ടപ്പെടത്തില്ല. നിന്റെ നോട്ടം അവൻ ഇഷ്ടപ്പെടത്തില്ല. നിന്നെ അവർ ഉപദ്രവിക്കാൻ തുടങ്ങും. നിന്റെ നിപ്പിനെ അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. നിന്റെ നോട്ടത്തെ അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. നിന്നെ അവർ ഉപദ്രവിക്കാൻ തുടങ്ങും. പക്ഷെ ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയാം, കർത്താവ് നിന്റെ കൂടെയാ. കരമടിച്ചോന്ന് കർത്താവ് നിന്റെ കൂടെയാ. യേശുവിനും ഇതേ ഉപദ്രവം ഭൂമി വന്നപ്പോ ഉണ്ടായിരുന്നു. ശാസ്ത്രിമാരും പരീശന്മാരും അന്ന് ദിവസത്തിൽ 3 നേരം ഉപവസിച്ചിരുന്നു, പതാരം കൊടുത്തിരുന്നു, നീതിമാൻ എന്ന് തോന്നിപ്പിക്കുന്ന സകല കർമ്മങ്ങളും ചെയ്തിരുന്നു. എന്നാൽ യേശുവിൽ ഇതൊന്നും വ്യക്തമായിരുന്നില്ല. യേശുവിൽ ഇതൊന്നും കണ്ടിരുന്നില്ല. ഹല്ലേലൂയ. 3.5 വർഷം യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനപ്പെട്ട് ശുശ്രൂഷയ്ക്ക് വന്ന യേശുവിൽ ഈ പരീശന്മാർ ചെയ്യുന്ന കർമ്മമാർഗങ്ങൾ യാതൊന്നും കണ്ടിരുന്നില്ല. കാണാഞ്ഞപ്പോൾ അവർക്ക് യേശുവിനോട് ആകപ്പാടെ അസ്വസ്ഥതയായി. ഞങ്ങൾ പ്രസാദിപ്പിക്കാൻ ശ്രമിക്കുന്നു, നീ പ്രസാദത്തിൽ ജീവിക്കുന്നു. ഞങ്ങൾ പ്രസാദിപ്പിക്കാൻ ശ്രമിക്കുന്നു, നീ പ്രസാദത്തിൽ ജീവിക്കുന്നു. ഇതുമായിട്ട് അങ്ങോട്ട് കോംപ്രമൈസ് ചെയ്യാൻ പറ്റുന്നില്ല. കരമടിച്ച് വേർക്കണ്ട വിടുതലിന്, തൊണ്ട അടയ്ക്കണ്ട വിടുതൽ കിട്ടണമെങ്കിൽ, വയറൊട്ടണ്ട വിടുതൽ കിട്ടണമെങ്കിൽ, കണ്ണ് കുഴിയണ്ട വിടുതൽ കിട്ടണമെങ്കിൽ, ശരീരം വേർക്കണ്ട വിടുതൽ കിട്ടണമെങ്കിൽ അവൻ വേർത്ത് കുളിച്ച് ഉരുണ്ട് നീന്തി എല്ലാം ചെയ്തു വരുമ്പോഴാ ഹല്ലേലൂയ നീ പറയുന്ന യേശു എനിക്ക് വേണ്ടി സകലവും കാൽവരി ക്രൂശിൽ ചെയ്തു കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഈ ഉരുളാനില്ല, ഞാൻ ഈ നീന്താനില്ല, എനിക്കുള്ളത് സ്വസ്ഥതയാ. വിടമാട്ടെ നിന്നെ വെറുതെ വിടത്തില്ല. നീ മോശയുടെ ആചാരങ്ങൾക്കെതിരാന്ന് പറയും, നീ ന്യായപ്രമാണത്തിനെതിരാന്ന് പറയും. നിങ്ങളെക്കുറിച്ച് മത്തായി 5 യേശു പറയുക, സകല തിന്മയും വായിച്ചോ ബ്രദറെ, സകല തിന്മയും നിങ്ങളെക്കുറിച്ച് കളവായിട്ട് പറയും. അങ്ങനെയല്ലേ വായിച്ചേ? മത്തായി 5-ാം അധ്യായം ഒന്ന് എടുത്തേ. നിങ്ങൾ വായിച്ചോ. മത്തായി 5 ഒന്ന് എടുത്തേ. മത്തായി 5 എടുത്തിട്ട് ഒന്ന് വായിച്ച വാക്ക് 11-ാമത്തെ വാക്യം, എൻ്റെ നാമനിമിത്തം നിങ്ങളെ പഴിക്കും. ഈ നീതി വിശ്വസിക്കുന്ന നിമിത്തം നിങ്ങളെ പഴിക്കും. ഹലോ, ഈ നീതി വിശ്വസിക്കുന്ന നിമിത്തം നിങ്ങളെ പഴിക്കും. നിങ്ങളെ ഭവനഭ്രഷ്ടരാക്കും, നിങ്ങളെ പള്ളിഭ്രഷ്ടരാക്കും. ഓ ഹല്ലേലൂയ. വായിച്ച ബ്രദറെ, എൻ്റെ നാമനിമിത്തം, എൻ്റെ നിമിത്തം 11-ാമത്തെ വാക്യം, എൻ്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മകളും കളവും പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങളെക്കുറിച്ച് എല്ലാ തിന്മയും കളവായി പറയും. കാരണം അവർ തിന്മ മുഴുവൻ നിങ്ങൾ ചെയ്തു എന്ന് പറയുന്നതിലൂടെ അവർ ടാർഗറ്റ് ചെയ്യുന്നത് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെ അല്ല,
നിങ്ങളെന്ന് പറയുന്ന വ്യക്തി വിശ്വസിക്കുന്ന ഉപദേശത്തെയാണ്. പലവിധേനയും നിങ്ങളെ ഉപദ്രവിച്ച് ഈ ഉപദേശത്തെ ഒതുക്കാൻ അവർ ശ്രമിക്കുന്നേ. ഒതുങ്ങത്തില്ലിത്. കർത്താവ് വല്ലതും തുടങ്ങിയാൽ ആർക്കേലൂടെ ഒതുക്കാൻ പറ്റുമോ? കരവാടിച്ചൊന്ന് കർത്താവിന് മഹത്വം കൊടുത്തേ. ഹല്ലേലൂയ. ദൈവിക വെങ്കിൽ നിലനിൽക്കും പോനെ. ഹല്ലേലൂയ. ഒരുത്തനും ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല. ഹല്ലേലൂയ. ഇഫ് സംതിങ് സ്റ്റാർട്ടഡ് ബൈ ഗോഡ് ഇറ്റ് വിൽ റിമൈൻ ലോസ്റ്റ്. അത് അവസാനം വരെ നിൽക്കും. അതിന് ഒരു മിനിറ്റ് മുമ്പേ അത് സ്റ്റോപ്പ് ചെയ്യാനോ ദൈവം വെച്ചതിനപ്പുറത്ത് പോകാനോ ആർക്കും കഴിയുകയില്ല. കർത്താവ് ഇവിടെ പറയുക, ഈ നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. യു ആർ ഇൻ ദ റൈറ്റ് ട്രാക്ക്. നിങ്ങൾ യഥാർത്ഥ ട്രാക്കിലാണ്. ഓ, ഇതുള്ളവർ എത്ര പേരുണ്ട് ഇവിടെ? ഈ നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടാൻ തുടങ്ങിയവരൊന്ന് കരം ഉയർത്തിക്കേ. യേശു എല്ലാം കാൽവരി ക്രൂശിൽ എനിക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞു എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഒറ്റപ്പെട്ടവരൊന്ന് കരം ഉയർത്തിയാട്ടെ. ഹല്ലേലൂയ. നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ രക്ഷപ്പെട്ടു. യു ആർ ഇൻ ദ റൈറ്റ് ട്രാക്ക്. നിങ്ങൾ യഥാർത്ഥ ട്രാക്കിലാണുള്ളത്. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ആരൊറ്റപ്പെടുത്തിയാലും പേടിക്കേണ്ട, കർത്താവ് നിങ്ങളുടെ കൂടെയാ. ഹല്ലേലൂയ. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് സ്വർഗരാജ്യം. സ്വർഗരാജ്യം ചേർന്ന് പറഞ്ഞേ, സ്വർഗരാജ്യം. ഓ ഹല്ലേലൂയ. കരം ഉയർത്തി, ആ കരം ഉയർത്തി എന്ന് പറഞ്ഞേ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ഓ, കർത്താവ് ഇവിടെ പറയുന്നു, നോക്കി, സന്തോഷിച്ചുല്ലസിപ്പീൻ. ഹല്ലേലൂയ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വാക്യം കൂടെ ഞാൻ ഇതിൻ്റെ അകത്ത് എടുത്ത് കാണിച്ചിട്ട് പ്രാർത്ഥിക്കാം. എനിക്കിഷ്ടപ്പെട്ട വാക്യം ഇതിൻ്റെ 12ാമത്തെ വാക്യമാണ്. 12ാമത്തെ വാക്യം. 10ാം വാക്യത്തിൽ നമ്മൾ കണ്ടു നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ. 11ാം വാക്യത്തിൽ പറഞ്ഞു എൻ്റെ നാമനിമിത്തം സ്വർഗരാജ്യം അവർക്കുള്ളത്. എൻ്റെ നാമനിമിത്തം പഴിക്കുകയും ഉപദ്രവിക്കപ്പെടുകയും ചെയ്യുന്ന നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. എന്തുകൊണ്ട് നിങ്ങൾ ഭാഗ്യവാന്മാർ? അടുത്ത വാക്ക്, ഈ 12ാമത്തെ വാക്യം. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായതുകൊണ്ട്. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാണ്. ഒന്ന് പറഞ്ഞേ, സ്വർഗത്തിൽ. ഹല്ലേലൂയ. അപ്പം നിങ്ങളെ കുറിച്ച് സകല തിന്മയും കളവായി പറഞ്ഞ ആ വ്യക്തിയെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കണ്ടേ? കാരണം സ്വർഗത്തിൽ നിങ്ങൾക്ക് പ്രതിഫലം ഉണ്ടാകാൻ കാര്യം ആ വ്യക്തിയാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഇല്ല, ഒന്നുകൂടെ ഞാൻ പറയാം. നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രതിഫലം ഉണ്ടാകാൻ കാര്യം നിങ്ങളെക്കുറിച്ച് സകല തിന്മയും കളവായി പറഞ്ഞ ആ വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ആ വ്യക്തിയെ കാണുമ്പം മുഖം വീർപ്പിക്കണ്ട, നല്ലതായിട്ട് ചിരിക്കണം. ശരിക്കും ചിരിക്കണം. വാ തുറന്ന് ചിരിച്ചേക്കണം. ഹല്ലേലൂയ. അവരെ അങ്ങ് അനുഗ്രഹിച്ചേക്കണം. കാരണം നിങ്ങളുടെ പ്രതിഫലം വർദ്ധിക്കാൻ അവരാ കാരണമായത്. ഓ, ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. നിങ്ങൾക്കെതിരെ അപവാദം പറയുന്ന ഒരാളെ ഒരു ടെക്സ്റ്റൈലിൽ വെച്ച് കാണുകയാണെങ്കിൽ ഒരു ഷർട്ടും പാൻറ്റും മേടിച്ചു കൊടുക്കുക. ഓക്കെ, ഒരു ചുരിദാർ മേടിച്ചു കൊടുക്കുക. ബേക്കറി വെച്ചാ കാണുന്നതെങ്കിൽ വയറ് നിറച്ച് മധുരാഹാരങ്ങൾ മേടിച്ചു കൊടുക്കുക. ഇനി വേറെ സ്ഥലത്ത് വെച്ച് ബസ് സ്റ്റാൻഡിലാണ് കാണുന്നെങ്കിൽ ആരെ വണ്ടിയെ കയറ്റിയില്ലല്ലോ അവരെ വണ്ടിയെ കയറ്റുക. കാരണം ഇവിടെ നിങ്ങൾക്ക് പ്രതിഫലം ഉണ്ടാകാൻ കാരണമായത് ആ വ്യക്തികളാ. അയ്യോ, ഞാൻ ഈ അപവാദം പറയുന്നവരെ കാണുമ്പോ ബഹുമാനിക്കും കേട്ടോ. കാരണം എന്റെ പ്രതിഫലം വർദ്ധിക്കാൻ കാരണമായത് അവരാ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ആമേൻ. നിന്റെ കുഞ്ഞിനെ കുറിച്ച് വല്ലവരും അപവാദം പറയുന്നെങ്കിൽ ഈ അപവാദം കേൾക്കുന്ന ഉടനെ ഒരു കേക്ക് മേടിച്ച് അവരുടെ വീട്ടിൽ പോവുക. താങ്ക് യു ബ്രദർ, ഈ ഫേവർ എനിക്ക് ചെയ്തതിന് നന്ദി. അവർ നിങ്ങളോട് ചോദിക്കും, ഏത് ഫേവറാ ഞാൻ നിനക്ക് ചെയ്തേ? അയ്യോ, അത് അറിയത്തില്ല. കാരണം നീ ഇവിടെ അത് പറഞ്ഞപ്പോൾ സ്വർഗത്തിൽ എൻ്റെ പ്രതിഫലം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാ. ഇത് അനുഭവിക്കുന്നവർക്കായി സ്തോത്രം. ഓ, കരമടിച്ചൊന്ന് കർത്താവിന് സ്തോത്രം ചെയ്തേ. തുള്ളിച്ചാടിക്കണം, തുള്ളിച്ചാടിക്കണം. ഹല്ലേലൂയ. അതാ ഈ കൺസെപ്റ്റിലാണ് യേശു പറഞ്ഞേ, ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ, ശത്രുക്കളെ സ്നേഹിപ്പീൻ. ഒന്ന് ആ വാക്യം നമുക്കൊന്ന് എടുക്കാം. ആ വാക്യം നമുക്കൊന്ന് എടുക്കാം. ഓക്കെ, മത്തായി 5-ാം അധ്യായത്തിന്റെ 5-ാം അധ്യായത്തിൽ തന്നെ 46-ാമത്തെ വാക്യം ഒന്ന് എടുത്തേ. 5:46, 5:46.
മത്തായി 5:46. നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലം? ചുങ്കക്കാരും അങ്ങനെ തന്നെ ചെയ്യുന്നല്ലോ. ചുങ്കക്കാർക്ക് പാപികൾക്ക് സ്നേഹമുള്ളത് ആരെയാ? അവരെ സ്നേഹിക്കുന്നവരെയാ, അവരോടൊപ്പം നിൽക്കുന്നവരെയാ, അവരോട് ചേർന്ന് നിൽക്കുന്നവരെ അവര് സ്നേഹിക്കുന്നുണ്ടല്ലോ. സഹോദരന്മാരെ മാത്രം വന്ദനം ചെയ്താൽ നിങ്ങൾക്ക് എന്ത് വിശേഷം? നിങ്ങൾക്ക് എന്നാ വിശേഷത? ജാതികളും അങ്ങനെ ചെയ്യുന്നല്ലോ. പിന്നെ ആകയാൽ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്ന പോലെ നിങ്ങളും നിങ്ങൾ സൽഗുണപൂർണരാകുവിൻ എന്ന് പറയുന്നതിന് മുമ്പേ പറഞ്ഞു പിതാവ് സൽഗുണന. ആ പിതാവിൽ നിന്ന് ജനിച്ചവരാ നിങ്ങൾ. അതുകൊണ്ട് നിങ്ങൾക്ക് സൽഗുണപൂർണരാകാൻ കഴിയും. ഓ, കരമടിച്ച കർത്താവിന് മഹത്വം കൊടുത്തേ. ഹല്ലേലൂയ. ഇവിടെയാണ് ക്രിസ്ത്യാനിറ്റി എന്താണെന്ന് അറിയുന്നത്. ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പി. കർത്താവേ, എന്നെ ഓർത്തോണ്ട് അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ എനിക്ക് പറ്റുന്നേ. അവൾ എന്റെ നേരെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് നീ അറിയുവാണെങ്കിൽ കർത്താവ് ഇപ്പൊ അവളുടെ മേൽ തീ ഇറക്കും. ചുമ്മാതാ. കർത്താവ് അറിഞ്ഞാലും തീയൊന്നും ഇറക്കുകയില്ല. ആ വ്യക്തിയെ അനുഗ്രഹിക്കും. എന്നാ കാര്യം എന്നറിയോ? കർത്താവിനെ അറിയാം ഈ ഒരു വ്യക്തി നിമിത്തമാ സ്വർഗത്തിൽ പ്രതിഫലം ഉണ്ടാകുന്നത്. ഹല്ലേലൂയ. ഞാൻ വ്യക്തമായിട്ട് പറയാം. 3 വർഷമായിട്ട് ഒരാൾ നിങ്ങളെ അങ്ങ് തേജോവധം ചെയ്യാൻ വേണ്ടി ഇറങ്ങി തിരിച്ചു വന്നിരിക്കട്ടെ. അയ്യോ, ആ വ്യക്തിയെ എങ്ങനെ മാനിക്കണമെന്നറിയോ? കഴിഞ്ഞ 3 കൊല്ലമായി നിങ്ങളുടെ പ്രതിഫലം വർദ്ധിക്കാൻ ആ വ്യക്തിയാ കാരണക്കാരൻ. എന്നിട്ട് പറ്റുമെങ്കിൽ അദ്ദേഹത്തോട് പറയാ, കീപ് ഓൺ ഗോയിങ്, ഡോണ്ട് സ്റ്റോപ്പ്. നിങ്ങൾക്കെതിരെ വല്ലവരും എഴുതിയാൽ അവരെ പ്രോത്സാഹിപ്പിക്കുക. എൻകറേജ് ദം. കൂടുതൽ എഴുതിയാട്ടെ എന്ന് പറഞ്ഞാട്ടെ. ഇത് ആദ്യം കേൾക്കുമായിരിക്കും അല്ലേ? നിങ്ങൾക്കെതിരെ വല്ലവനും എന്തെങ്കിലും പറഞ്ഞു വരുത്തുന്നെങ്കിൽ ഈയിടെയായിട്ട് എന്നാ ഉഴപ്പാണോ? ഇച്ചിരിയുടെയൊക്കെ കൂടുതൽ പറഞ്ഞു വരുത്തും. പുതിയതൊന്നും കേൾക്കാനില്ലല്ലോ. എന്തുവാ 2-3 മാസമായിട്ട് ഉറക്കമാണോ എന്ന് ചോദിക്കണം. ബോറടിക്കുന്നു. പുതിയതൊന്നും പറയാനില്ലേ? ബോറടിക്കുന്നു. കമോൺ, പുതിയത് പറഞ്ഞു വരുത്ത് എന്ന് പറയണം. കാരണം എന്താണെന്നറിയോ? സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വർദ്ധിക്കാൻ കാരണമായത് അവരാ. കരമടിച്ചൊന്ന് കർത്താവിന് മഹത്വം കൊടുത്തേ. ഓ, ഹല്ലേലൂയ. എന്തൊരു വാസ്തവത്തിൽ ഈ ജീവിതം ഇത് മനസ്സിലാക്കുമ്പോഴാ എത്രയോ ഒരു അസ്വസ്ഥതയാണ് എതിരെ നിൽക്കുന്നവർക്ക് ഉണ്ടാകുന്നതെന്ന്. കാരണം ഇത് പറയും തോറും നീ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. എല്ലാ തിന്മയും നിങ്ങൾ പറഞ്ഞിട്ടില്ലാത്തത് അങ്ങനെ വായിച്ചിട്ടുണ്ട്. മത്തായി 5 അങ്ങനെ ഉണ്ട് കേട്ടോ. നിങ്ങൾ അതൊന്ന് ശ്രദ്ധിച്ചാട്ടെ. ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം 5:12 വായിച്ചോ ബ്രദറെ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ചുല്ലസിപ്പീൻ. നിങ്ങൾക്ക് മുമ്പേ ഉള്ളവര് പ്രവാചകന്മാരും അവർ അങ്ങനെ തന്നെ ഉപദ്രവിച്ചുവല്ലോ. നിങ്ങൾക്ക് മുമ്പേ ഉള്ള പ്രവാചകന്മാരെയും അവരങ്ങനെ തന്നെ ഉപദ്രവിച്ചുവല്ലോ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകുന്നു. എപ്പോ? മേളത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, നിങ്ങളെ കൊണ്ട് 11ാമത്തെ വാക്യം, എന്റെ നാമനിമിത്തം ഞാൻ നിങ്ങളെ നീതീകരിച്ച നിമിത്തം, നിങ്ങളിൽ വന്ന ദൈവനീതി നിമിത്തം നിങ്ങളെ പഴിക്കുകയും അടുത്തത് ഉപദ്രവിക്കുകയും. ഓ, അതുകൊണ്ടോ? അയ്യോ, ഉപദ്രവിക്കപ്പെടുകയൊക്കെ ആണെങ്കിൽ അയ്യോ, അതൊക്കെ എക്സ്ട്രീം ഭാഗ്യമാ. കൂളായിട്ട് വാങ്ങാനാ പറഞ്ഞത്. ഉപദ്രവിക്കുകയൊക്കെ ആണെങ്കിൽ അതൊക്കെ എക്സ്ട്രീം ഭാഗ്യമാ. എന്റെ കർത്താവ്, ഇതുവരെ എനിക്ക് ആ ഭാഗ്യം സിദ്ധിച്ചിട്ടില്ല. പഴിയൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷെ ആരും ഇതുവരെ ഉപദ്രവിക്കാൻ വന്നിട്ടില്ല. പ്ലീസ്, ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്നാട്ടെ. കാരണം നിങ്ങൾ ഇവിടെ തകരുന്ന എന്നെ കാണുന്നുള്ളൂ, അവിടെ വളരുന്ന എന്നെ നിങ്ങൾ കാണുന്നില്ല. കരമടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ. ഇവിടെ തകരുന്ന എന്നെ നിങ്ങൾ കാണുന്നുള്ളൂ. ഇവിടെ ഈ കണ്ണിൽ നിന്ന് കണ്ണുനീര് പുറത്തു വരുത്താൻ ഒരു പക്ഷേ നീ പറയുന്ന വാക്കുകൾക്ക് പറ്റും. പക്ഷെ പൊന്നുമോനെ, നീ പോലും അറിയാതെ ഒന്നിനു മേളിൽ ഒന്നൊന്നായി പ്രതിഫലം അവിടെ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. കാരണം മനുഷ്യൻ പുറമേ ഉള്ളത് കാണുന്നു, ദൈവമോ ഹൃദയങ്ങളെ അറിയുന്നു. കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്തു. സ്വർഗത്തിൽ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും
നിങ്ങൾ പറഞ്ഞിട്ടില്ലാത്തത് നിങ്ങൾ പറഞ്ഞെന്നു പറഞ്ഞ് പറയും. ഇതൊക്കെ നാളെ കേൾക്കുമ്പോ ഞെട്ടണ്ട കേട്ടോ. കേൾക്കുന്നുണ്ടോ? നിങ്ങൾ പറയാത്തത് ഞാൻ കണ്ടതാ, ഞാൻ എൻ്റെ ഈ ചെവി കൊണ്ട് കേട്ടതാ. ആ സഹോദരി അത് പറയുന്നത്. അത് കേൾക്കുമ്പോഴേ മുഖം അങ്ങോട്ട് വാടണ്ട, കരമടിച്ച് കർത്താവിനെ സ്തുതിച്ചോണം. അയ്യോ, അവിടെ പറഞ്ഞേക്കുന്ന സന്തോഷിക്കാനല്ല. കമോൺ, സെലിബ്രേറ്റ്, സന്തോഷിച്ചുല്ലസിപ്പീൻ. അവൾ അത് പറഞ്ഞത് എൻ്റെ ഈ ചെവി കൊണ്ട് ഞാൻ കേട്ടതാ പറയുമ്പോ, എൻ്റെ കർത്താവേ, ദൈവമേ, ശത്രുക്കളുടെ നടുവിൽ മേശ ഒരുക്കുമെന്ന് പറഞ്ഞവനെ, ഇവള് കാണേണ്ടതിന് ഇവിടെ കൺമുമ്പില് എനിക്ക് വേണ്ടി മേശ ഒരുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നതിന് പകരം, കർത്താവേ, ആ സഹോദരിക്കായിട്ട് സ്തോത്രം. ഇന്ന് ബെഡ്റൂമിൽ ചെന്നിട്ട് വേണം കഥ അടച്ചിട്ടൊന്ന് തുള്ളിച്ചാടാൻ. ഹല്ലേലൂയ. ഏറ്റവും കൂടുതൽ നീ തകർക്കപ്പെടുന്ന ദിവസം ഏറ്റവും കൂടുതൽ തുള്ളിച്ചാടിക്കണം. ഹല്ലേലൂയ. മുമ്പിൽ കൊണ്ടിട്ട തടസ്സത്തിൽ നീ തട്ടി വീടുമെന്ന് വിചാരിച്ചായിരിക്കുന്നേ. പക്ഷെ അവനറിയത്തില്ല, ആ തടസ്സത്തിൽ കയറി നിന്ന് നിന്റെ പൊക്കം കൂടുക, നിന്നെ കൂടുതൽ ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുക. നേരത്തെ ആ തടസ്സം വരുന്നതിന് മുമ്പ് വരെ നീ താഴെയായിരുന്നു. ഇപ്പൊ ആ തടസ്സം വന്നപ്പോൾ നിന്റെ പൊക്കം കൂടി, മറ്റുള്ളവർ നിന്നെ കാണുവാൻ തുടങ്ങി. നിന്റെ സ്ഥാനം, യേശുവുള്ള നിന്റെ സ്ഥാനം പുറകിലല്ല, യേശുവുള്ള സ്ഥാനം നിന്റെ മുമ്പിലാണ്. ഇന്ന് അങ്ങനെ പലരോടും കർത്താവ് പറയാൻ പറയുന്നു, ഇന്നും മുമ്പിൽ വന്നിരിക്കുന്ന ആ തടസ്സം അതൊരു അപകടമല്ല, അതൊരു അവസരമാണ്. കർത്താവ് അത് പറയാൻ പറയുന്നു. ഇപ്പൊ കേൾക്കുന്ന ഈ അപവാദം, സ്തോത്രം ചെയ്തു, ദുഃഖങ്ങളെ നഷ്ടപ്പെടുത്തരുത്, മാക്സിമം എൻജോയ് ചെയ്തോണോ. താങ്ക് യു ജീസസ്. എടാ, പുതിയതൊന്നും ഇല്ലടാ. ഇടയ്ക്കിടയ്ക്ക് അവരോട് ഒരു ഫോൺ പ്രൊവോക്ക് ചെയ്തിട്ടാണേലും ഇങ്ങോട്ട് എടുക്കണം. ഈടെയായിട്ടൊന്നും ഇല്ലേടേ, എന്തുമായത് നീ ഇങ്ങനെ തുടങ്ങിയ എങ്ങനെ? നീ അന്ന് ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോ എന്ത് സന്തോഷമായിരുന്നടാ. ഹല്ലേലൂയ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട്, എന്നോട് ചേർന്നൊന്ന് പറഞ്ഞേ, സ്വർഗത്തിൽ എൻ്റെ പ്രതിഫലം വലുതാകുന്നുണ്ട്. ഒരു കാലത്ത് മുഴുവൻ അപവാദം ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ അതിൻ്റെ സോഴ്സ് അന്വേഷിക്കുമായിരുന്നു. കാരണം സത്യമല്ലാത്തൊരു കാര്യം പറയുമ്പോൾ ആർക്കും മനസ്സിൽ വിഷമം ഉണ്ടാവും. പക്ഷെ ഈ സത്യം മനസ്സിലാക്കിയ പിന്നെ ഉണ്ടല്ലോ, എൻ്റെ പ്രാർത്ഥനാ വിഷയത്തിൽ ഒരു വിഷയമാണ്. ആരെങ്കിലും എന്നാലും പറഞ്ഞായിരുന്നെങ്കിൽ, സത്യമാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ എൻജോയ് ചെയ്യാൻ തുടങ്ങും ലൈഫ്. ഓ മൈ ഗോഡ്, ഹല്ലേലൂയ. നിങ്ങൾ വിളിച്ചു പറയാൻ തുടങ്ങും, ഓ പ്രൈസ് ഗോഡ്, ഓരോ ദിവസവും എൻ്റെ പ്രതിഫലം വർദ്ധിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളെക്കുറിച്ച് സകല തിന്മയും കളവായി പറയുമ്പോൾ, കർത്താവേ, അപ്പോൾ പീലാത്തോസിന്റെ മുമ്പിൽ നിൽക്കുന്ന യേശുവേ, മോശയുടെ നിയമത്തിനെതിരാ, പഴയ നിയമത്തിനെതിരാ, പഴയ നിയമം പ്രസംഗിക്കത്തില്ല, മോശയുടെ ആചാരം അനുഷ്ഠിക്കത്തില്ല എന്ന് പറഞ്ഞ് ദേവാലയത്തെ അശുദ്ധമാക്കി ജനത്തിനെതിരെ നിന്നെന്നൊക്കെ പറഞ്ഞ് അപവാദം പറഞ്ഞപ്പം, കർത്താവേ, അങ്ങ് പീലാത്തോസിന്റെ മുമ്പിൽ നിന്നിട്ട് അപവാദത്തിനെതിരെ ഒരു വാക്കുപോലും ഉരുവിടാഞ്ഞെന്റെ കാര്യം ഇപ്പോഴാ മനസ്സിലാകുന്നേ. പിതാവിന്റെ പ്രതിഫലം വർദ്ധിക്കുന്നത് കാണുകയായിരുന്നല്ലോ അങ്ങ്. ഇതൊരു ലൈഫാ മോനെ, ഇതൊരു ലൈഫാ. ഈ ലൈഫ് അനുഭവിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഓരോ ദിവസവും നിങ്ങളുടെ സോറോസ് നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റീസായി മാറും. നിങ്ങളുടെ അനർത്ഥങ്ങൾ നിങ്ങളുടെ അപകടങ്ങളായി മാറും. നിങ്ങൾ ആൾക്കാരെ അന്വേഷിക്കും. വേണമെങ്കിൽ നിങ്ങൾ കൂലിക്ക് ആൾക്കാരെ നിർത്തും എന്നേലൊക്കെ പറയിപ്പിക്കാൻ. കാരണം നിന്റെ പ്രതിഫലം വർദ്ധിച്ചുകൊണ്ടിരിക്കുക. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ. കർത്താവ് പറഞ്ഞത് നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകുന്നു. മത്തായി 5 തിരിച്ചു വാ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. മത്തായി 5 തിരിച്ചു വാ. മത്തായി 5 വാക്യം ശ്രദ്ധിച്ചാട്ടെ. 10, 11, 12 വാക്യങ്ങളാണ് ഞാനിന്ന് വിശദീകരിച്ചത്. മത്തായി 5:10, നീതി നിമിത്തം. അവിടെ ഒരു വാക്ക് കൂട്ടിച്ചേർത്ത് വായിച്ചാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവും. ദൈവനീതി നിമിത്തം, ദൈവം നീതിമാനാക്കിയത് നിമിത്തം, യേശുക്രിസ്തുവിലൂടെയുള്ള സൗജന്യ നീതി പ്രാപിച്ചത് നിമിത്തം, കർത്താവ് നീതിമാൻ എന്ന് പ്രഖ്യാപിച്ചത് നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ. സ്വർഗത്തിൽ സ്വർഗരാജ്യം അവർക്കുള്ളത്. അതാ വാക്യം പറയുന്നത് അല്ലേ? നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്.
യു ആർ ഇൻ ദ റൈറ്റ് ട്രാക്ക്. നിങ്ങൾക്ക് ഉപദ്രവം ഇല്ലേ? സൂക്ഷിക്കണം. നിങ്ങൾക്കെതിരെ അപവാദം ഇല്ലേ? സൂക്ഷിക്കണം. നിങ്ങൾ അവരെ പോലെ തന്നെയാണ്. ഹല്ലേലൂയ. നിങ്ങൾ ഒരു തട്ടിൽ മേളിലാണോ? There will be tribulations, there will be persecutions, there will be gossips. പക്ഷെ ഇതൊന്നും നിന്നെ തൊടത്തില്ല. ഹല്ലേലൂയ. ഇത് നിന്റെ പ്രതിഫലം വർദ്ധിപ്പിക്കുകയുള്ളൂ. ആരോടോ ഇന്ന് കർത്താവ് വ്യക്തമായിട്ട് പറയുന്നു, നീ ഇന്ന് കടന്നു പോകുന്ന ഈ തീച്ചൂള, ഈ വല്ലാത്ത അവസ്ഥ, ഇത് നിന്റെ ഷൈനിങ് കുറയ്ക്കുകയില്ല, ഇത് നിന്റെ ഷൈനിങ് കൂട്ടുകയുള്ളൂ. നിന്റെ റേറ്റിംഗ് താഴോട്ട് പോകുമെന്ന് ചിന്തിക്കണ്ട. നിന്റെ റേറ്റിംഗ് മേളോട്ട് പൊങ്ങത്തേ ഉള്ളൂ. കാരണം നീ ദൈവനീതിയെ പ്രാപിച്ചവനാ. കരമടിച്ചൊന്ന് യേശുവിനെ നന്ദി പറഞ്ഞു. താങ്ക് യു ജീസസ്. അമ്മ യേശുവിനെ സൗഖ്യമാക്കും. യേശു അമ്മയെ സൗഖ്യമാക്കും. ഇതാ ഇവിടെ, ഇതല്ലേ അമ്മയുടെ പ്രശ്നം? അതെ. ഇതിപ്പോ അപ്രത്യക്ഷമായ പോരെ? അത്രയല്ലേ ഉള്ളു കാര്യം. ജോസിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഏത് ജോസി? ആ ബഹറിനെ എന്നപ്പോ ബഹ്റിനിലെ ജോസി. ബഹ്റിനിലെ ജോസിയുടെ അമ്മയാണ്. അമ്മ, ഇതിന്റെ മേളിലോട്ടൊന്ന് കൈവച്ചേ. എത്ര നാളായി ഇതിങ്ങനെ പ്രത്യക്ഷപ്പെട്ടിട്ട്? ഒരു 5-8 മാസമായേ ഉള്ളൂ. ഭയങ്കര പ്രയാസമാണ്. ഓ, കൈവച്ചു. യേശുവേ, അവിടുത്തെ അടിപ്പിണരാലുള്ള അത്ഭുത സൗഖ്യം ഈ മകളിപ്പോ അനുഭവിക്കട്ടെ. സകല രോഗവും വഹിച്ചവനെ, കാൽവരി ക്രൂശിൽ എല്ലാ വേദനയും ചുമന്നവനെ, നിന്റെ ശക്തി ഇറങ്ങി വരട്ടെ. ഈ അൺവാണ്ടഡ് ഗ്രോത്ത് ഇപ്പം അപ്രത്യക്ഷമാകട്ടെ. അത് യേശുവിന്റെ നാമത്തിൽ, അത് യേശുവിന്റെ നാമത്തിൽ, അത് യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. ഈ അമ്മ സൗഖ്യമാകുന്നു. ഈ അമ്മ സൗഖ്യമാകുന്നു. കരമടിച്ച് കർത്താവിനെ സ്തുതിക്കാം. ഈ അമ്മയുടെ ഇവിടെ ഉള്ളത് യേശു എടുത്തു മാറ്റുന്നു. പൂർണ്ണ ആരോഗ്യം വ്യാപരിക്കട്ടെ. കഴിഞ്ഞമ്മ തപ്പി നോക്കാം. ഞാൻ കണ്ട കാഴ്ച എന്താണെന്നറിയോ? ഇവിടുന്ന് ഇങ്ങനെ അതിനെ ചെത്തിക്കളഞ്ഞു കർത്താവ്, മുറിച്ചു മാറ്റുന്ന പോലെ. ഹല്ലേലൂയ. ആരാ ഇത് ചെയ്തേ? ദൈവം, യേശു. ശരിക്കും നോക്കിയോ? ശരിക്കും നോക്കിയോ? ശരിക്കും നോക്കിയോ? വെട്ടത്തോടെ നിന്നേ, കൈകൊണ്ട് നോക്കി. ഉണ്ടോ ഇപ്പൊ അതവിടെ? ഇല്ല. ഇല്ല. കരമടിച്ചോ യേശുവിന് മഹത്വം.